തൃപ്പൂണിത്തുറ RLV കോളേജിലേക്ക് എത്തിയാൽ ഇതുപോലത്തെ മനോഹരമായ ഒരുപാട് പ്രതിമകൾ കാണാം. ഈ പ്രതിമകൾക്കെല്ലാം ഒറ്റ മുഖമേ ഉള്ളൂ. ഈ മുഖം കാണുമ്പോൾ നാം കരുതും ഇവിടുത്തെ മികച്ച ഏതെങ്കിലും ഒരു പൂർവ്വ വിദ്യാർത്ഥി ആയിരിക്കാം, അതുമല്ലെങ്കിൽ ഒരു അധ്യാപിക ആയിരിക്കാം എന്നൊക്കെ. എന്നാൽ ഇതൊന്നുമല്ല. ഇവിടുത്തെ കുട്ടികളുടെ റോൾ മോഡലായിട്ടുള്ള ചെല്ലമ്മ ചേച്ചിയാണ് ഈ കോളേജ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. RLV കോളേജിലെ സ്കൾപ്ചർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലമ്മ എത്തിയതിന് പിന്നിൽ ഒരു കഥയുണ്ട്. അംഗനവാടിയിൽ ഹെൽപ്പറായിരുന്ന ചെല്ലമ്മ തൻ്റെ ഭർത്താവ് രവിക്ക് ജോലിയൊന്നുമില്ലാത്ത കാര്യം ടീച്ചറോട് പറഞ്ഞു. ടീച്ചറുടെ ഭർത്താവും RLV കോളേജിലെ അധ്യാപകനുമായ മനോഹരൻ വഴി രവി ഇവിടെ എത്തി. പിൻഗാമിയായി ചെല്ലമ്മയും. ചേട്ടൻ മരിച്ച ശേഷമാണ് എനിക്ക് കിട്ടിയത്, എന്നോട് വരാൻ പറഞ്ഞിട്ട്. അങ്ങനെ ദാരിദ്ര്യ കുടുംബമായിരുന്നു. അങ്ങനെ കരകയറി മുഖേന ഒരു പണി കിട്ടിയത് കൊണ്ട് സന്തോഷമായിട്ട് ഞങ്ങൾ പോകുന്നു. അന്നത്തിന് വേണ്ടിയല്ലേ നമ്മൾ നടക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു പേരും കൂടി വന്നപ്പോഴേക്കും സന്തോഷമായി. അങ്ങേയറ്റം എല്ലാവരും അറിയപ്പെടുന്ന ഒരു കുട്ടിയായി. കോളേജ് കുട്ടികളെല്ലാം ചെല്ലമ്മയ്ക്കുന്ന മക്കളാണ്. എല്ലാവരും നല്ല മക്കളാണ്. മോനും മോളും ഒക്കെ ആയിട്ട് തന്നെ ഞാൻ അവരോട് പെരുമാറുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാൻ തോന്നൂല. കുട്ടികൾക്കാണെങ്കിൽ എന്നോടും വലിയ കാര്യമാണ്. കുട്ടികൾ വരയ്ക്കട്ടെ, അവർ നന്നാവട്ടെ. നല്ല നിലയിലായാലും എനിക്കല്ലേ ഉപകാരം. എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അയ്യോ ഈ അമ്മൂമ്മയുടെ പടമാണ് ഞങ്ങൾ വരച്ചതെന്ന് അറിയുമല്ലോ, അതുകൊണ്ടൊരു സന്തോഷം. അമ്മ തന്നെയെന്ന കുട്ടികളും എല്ലാവർക്കും ഇവിടെ കോളേജിൽ തന്നെ മൊത്തത്തിൽ അമ്മ എന്ന് പറയാം. എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടെങ്കിലും സന്തോഷം ഉണ്ടെങ്കിലും അതാദ്യം വന്ന് ഓടി വന്ന് എല്ലാവരോടും പറയും. അതെല്ലാവരോടും ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. ഞങ്ങളെ പുള്ളിക്കാരുടെ കൊച്ചുമോളെ പോലെ തന്നെയാണ്. ഒരു ജനറേഷൻ്റെ നല്ല ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ ആ ഒരു ഗ്യാപ്പ് ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ്. എക്സാമിന് ഇൻ്റർവ്യൂവിന് വന്ന സമയത്ത് തന്നെ മൊത്തം കിടന്നും ഇരുന്നുള്ള പല പോസ്റ്റിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആളെ കണ്ടതേ മനസ്സിലായി ആൾ ഇവിടുത്തെ മോഡലാണ്. ആള് ഭയങ്കര കമ്പനിയാണ്, ആള് ഭയങ്കര വൈബാണ്. നമ്മള് തോളത്ത് കഴിഞ്ഞിട്ട് ആവന്താണ്. അങ്ങനെ വേറെ ആളെന്നുള്ള ഇല്ല. പ്രായത്തിന്റെ അവശതകൾ ഒഴിച്ചാൽ ചെല്ലമ്മ ഇന്നും കുട്ടികളെ പോലെ ചെറുപ്പമാണ്. എന്നാണ് എൻ്റെ കാറ്റ് പോണേന്ന് അറിയില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം ഞാനിവിടെ വരും. നടക്കാൻ പറ്റാവുന്നിടത്തോളം ഇവിടെ മാറ്റി വിളിക്കുമോ എന്ന ഉറപ്പോടുകൂടിയാണ് ഞാൻ നടക്കുന്നത്. ചില ടൈം ടയേർഡാണെങ്കിലും നമ്മ ഒന്ന് വിളിച്ച് സംസാരിക്കണേണ്. എല്ലാം അമ്മ ഒന്ന് നേരെ നിൽക്കാന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ആള് നമുക്ക് സൗകര്യത്തിന് വേണ്ടി നമ്മ പറയണ പൊസിഷനിൽ കറക്റ്റായിട്ട് നിന്ന് തരും. നല്ല ഇതാണ്. പിന്നെയെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി വീട്ടിൽ നിന്നും കുറേ ഫുഡും അത് ഇതൊക്കെ കൊണ്ടുവരും. ബിസ്ക്കറ്റ് ആണെങ്കിൽ അതാണെങ്കിൽ ഇതാണെങ്കിലും ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഉള്ള പിള്ളേർ കാണുന്ന ഏതൊക്കെ പിള്ളേരുണ്ടോ അവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യും. ചെല്ലമ്മ ചേച്ചി ഇവിടെ കാലങ്ങളായിട്ട് സ്കൾപ്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ പ്രധാനപ്പെട്ടൊരു ആളാണ്. ഞങ്ങളുടെ ചേച്ചിക്കാവുമ്പോൾ ക്ലേയിലാണെങ്കിലും ഒരുപാട് ഡ്രോയിങ്ങിലാണെങ്കിലും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉള്ള ഒരു രൂപമാണ് ചെല്ലമ്മ ചേച്ചിയുടെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ആസ് എ ക്യാരക്ടർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഒരു ഫോർമലായിട്ടുള്ള വെറും ഒരു ശരീരം എന്നുള്ളതിനപ്പുറത്ത് അവരുടെ ഒരു ക്യാരക്ടറിനെയും കൂടി പഠിക്കാനുള്ള സാധ്യത ചേച്ചി തന്നെ സ്റ്റുഡൻസുമായിട്ട് മിങ്കിൾ ചെയ്യുന്നതിലൂടെ ഉണ്ടാവുന്നുണ്ട്. ചരിത്രത്തിൽ ഇടം നേടിയവരുടെ പ്രതിമകളാണ് നമുക്ക് മുന്നിൽ ഒരുപാട് കണ്ടിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമാണ് RLV കോളേജിലെ ചെല്ലമ്മ. തൻ്റെ ജീവിതം കൊണ്ട് പ്രതിമകളിലൂടെ അവർ ചരിത്രമായി മാറുകയാണ്. വിനു പാവമ്പയ്ക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ശ്യാംപ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട് ആ തത്സമയം. ചെല്ലമ്മ ചേച്ചി അടിപൊളി. കുട്ടികൾ വരയ്ക്കുന്ന അവരുടെ ചിത്രങ്ങളും ആ ശില്പങ്ങളും ഒക്കെ അതിഗംഭീരം. നല്ല മനോഹരമായ ഒരു കാഴ്ച തന്നെ. കാരണം 2 ജനറേഷനിലുള്ള ആളുകളാണ്, 2 കാലഘട്ടത്തിൽ ജനിച്ച ആളുകളാണ്. പക്ഷെ അവർ ഒന്നായി ഒരുമിച്ച് വിശേഷം പറഞ്ഞ് പാട്ട് പാടുന്നുണ്ട് ചെല്ലമ്മ ചേച്ചി. അവർക്കൊപ്പം ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ന്യൂജൻ പിള്ളേർക്കൊപ്പം പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത്, ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു ജോലി തന്നെയാണ്. ആ ജോലിയുടെ ഭാഗമായി എൻജോയ് ചെയ്ത് തന്നെ ചെല്ലമ്മ ചേച്ചി അവിടെ കോളേജിലെത്തുന്നു. ഇപ്പോൾ കുട്ടികൾക്കൊപ്പം അടിച്ചു പൊളിക്കുന്നു അല്ലേ? RLV കോളേജിലെ
സ്കൾപ്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചെല്ലമ്മ രവി മണിക്കൂറുകളോളം കുട്ടികളുടെ മുന്നിൽ ഇങ്ങനെ ചെലവഴിക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രതിമകളിലൊന്ന് ഈ ചെല്ലമ്മ ചേച്ചിയുടെയാണ്. ചെല്ലമ്മ ചേച്ചിയുടെ ഹസ്ബൻഡായിരുന്നു ഏറ്റവും ആദ്യം അവിടുത്തെ മോഡലായിരുന്നത്. ഹസ്ബൻഡിൻ്റെ മരണശേഷം പിന്നീട് ചെല്ലമ്മ രവി തൻ്റെ ഉപജീവന മാർഗമായി ഇതിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ കോളേജിൽ മിക്ക ദിവസവും ഈ 1ാം വർഷ 2ാം വർഷം 3ാം വർഷ വിദ്യാർത്ഥികൾ പ്രധാന മോഡലാക്കുന്നത് ചെല്ലമ്മ ചേച്ചിയാണ്. ലൈഫ് സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു മോഡലുകൾ ഇവർ തയ്യാറാക്കുന്നത്. പെയിൻറ്റിംഗ് ഉണ്ട്, അതോടൊപ്പം തന്നെ സ്കൾപ്ചർ ഉണ്ട്, അതോടൊപ്പം തന്നെ ഈ ചിത്രരചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും മോഡലായിട്ട് ചെല്ലമ്മയെയാണ് ഈ കുട്ടികൾ വിനിയോഗിക്കുന്നത്. ചെല്ലമ്മയ്ക്ക് തന്നെ അതിൻ്റെ ഒരു എല്ലാ പ്രത്യേകതകളും ഉണ്ട് എന്നാണ് അധ്യാപകർ പോലും പറയുന്നത്. കാരണം ഇത് സാധാരണഗതിയിൽ മറ്റുള്ളവരെയൊക്കെ എടുക്കുന്നതിനപ്പുറത്തേക്ക് ആ ഒരു സ്കിന്നിൻ്റെ പ്രത്യേകതയും അതുമൊക്കെ ഒരുപക്ഷെ കുട്ടികൾക്ക് വളരെ ഡിഫിക്കൽട്ടായൊരു ടോപ്പിക്കായിട്ട് ചെല്ലമ്മ മാറിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കുട്ടികൾക്ക് പഠനത്തിന് അത് ഏറെ പ്രയോജനങ്ങളാകുന്നു. വ്യത്യസ്തമായ ഇത് വരയ്ക്കാനും ലൈവായിട്ടത് വരച്ച് അത് പഠിക്കാനും മറ്റുമൊക്കെ കഴിയുന്നു. അതിന് ഏറ്റവും ഉത്തമമായൊരു മോഡൽ കൂടിയാണ് ചെല്ലമ്മ എന്നാണ് അധ്യാപകർ പോലും പറയുന്നത്. എന്തായാലും ചെല്ലമ്മ ചേച്ചിയും ഈ ജോലിയെ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഏറ്റെടുക്കുന്നത്. എൻ്റെ മരണം വരെ അതെനിക്ക് നടക്കാൻ ആവുന്നുണ്ടാവുന്നതുവരെ നടന്ന് ഇവിടെ എത്തി സാറന്മാരുടെ അനുമതി ഉണ്ടെങ്കിൽ ഇങ്ങനെ കുട്ടികൾക്ക് മുമ്പിൽ ഇരിക്കണമെന്നാണ് ആഗ്രഹം എന്നതാണ് ചേച്ചിയുടെയും ഒരു അഭിലാഷം. എന്തായാലും കുട്ടികളും ഈ ചേച്ചിയും തമ്മിൽ വളരെ അടുത്ത ഒരു ആത്മബന്ധമുണ്ട്. അവർ പരസ്പരം അങ്ങോട്ടും തീർച്ചയായിട്ടും കുട്ടികളും ചെല്ലമ്മ ചേച്ചിയും തമ്മിലുള്ള ഒരു ആത്മബന്ധം എത്രത്തോളമാണ് എന്ന് നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ കഴിയുന്നുണ്ട്.